തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ ഒരു കോർപ്പറേഷൻ കൗൺസിലർ ആത്മഹത്യ ചെയ്തിരുന്നു. കെ അനിൽകുമാർ. തമ്പാനൂർ പോലീസ് ഉണ്ടാക്കിയ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ബി.ജെ.പി നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ബി.ജെ.പി നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയും അതിനെക്കുറിച്ചുള്ള ആത്മഹത്യാക്കുറിപ്പിലെ സൂചനയും എന്തിന് മറച്ചു പിടിക്കുന്നുവെന്നാണ് CPM-ന്റെ മറുചോദ്യം. തിരുവനന്തപുരത്ത് നിന്ന് TS ഹരികൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 30-ാം തീയതി ഒരു 10 ലക്ഷം രൂപ സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് 30-ാം തീയതി അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കും. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യുമെന്നും അത് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുമെന്നും അത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. കൗൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ പ്രതിരോധത്തിലാണ് BJP. നമ്മുടെ ആൾക്കാരെ സഹായിച്ചുവെന്ന് BJPയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പ്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ഒക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായി ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കാനാണ് സാധ്യത. അനിലിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് BJP എങ്ങനെ ഒഴിഞ്ഞുമാറുമെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ ചോദ്യം. മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ പോയി. അനിൽകുമാറിന്റെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് തിരുമല അനിലിന്റെ മരണത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നു. ഒപ്പം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സംഭവം സജീവ ചർച്ചയാകുമെന്നും ഉറപ്പാണ്. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശ്നപരിഹാരത്തിനായി അനിൽകുമാർ സമീപിച്ചപ്പോൾ BJP നേതാക്കൾ അനിൽകുമാറിനെ സഹായിച്ചോ അതോ കൈയൊഴിഞ്ഞോ എന്ന് BJP നേതാക്കൾ തന്നെ മനസ്സിരുത്തി ചിന്തിക്കട്ടെ. ഇതിനിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മറ്റൊരു ബാങ്കിനെതിരെ, അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ബാങ്കിനെതിരെ പരാതി വന്നിട്ടുണ്ട്. നെടുമങ്ങാട് സഹകരണ അർബൻ ബാങ്കിൽ അനധികൃത നിയമനം നടത്തി കോൺഗ്രസ് നേതാക്കൾ കോടികൾ തട്ടിയെടുത്തു എന്നാണ് ആക്ഷേപം.